ഓക്കെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോസാണ്. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ സാമ്പിൾസ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ രണ്ടാമത് കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറാതെ ഇഷ്യൂ. ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് എന്ത് ചെയ്യുന്നില്ല, ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, ചാർജ് ഒന്നും കാണിക്കുന്നില്ല. അതേപോലെ ആംബിയർ ഒട്ടും എടുക്കുന്നില്ല. ഓൾറെഡി ഇത് സിമ്പിളായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഇത് 2-3 ഷോപ്പ് കയറി എല്ലാ സാധനം മാറ്റിയതാണ്. മീൻസ് U2 IC മാറി, ചാർജിങ് IC ഒക്കെ മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പിലത്തെ വർക്കാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചാർജ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും ഇല്ല. 75% ചാർജ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുക, ഒരു റെസ്പോൺസും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ആംബിയർ നോക്കിക്കഴിഞ്ഞാൽ ആംബിയർ ഒട്ടും എടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, ഒട്ടും ആംബിയർ എടുക്കുന്നില്ല, അതേപോലെ തന്നെ ചാർജ് ഒട്ടും എടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം ഓൾറെഡി U2 മാറി, ചാർജിങ് IC മാറി, പാഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ശരിക്കും U2ൻ്റെ പാഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അയച്ചിട്ടൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇത് റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് ഉണ്ട്. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്ത് ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ കറക്റ്റ് സ്റ്റിമാറ്റിക് റീഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. സ്റ്റിമാറ്റിക്കിൻ്റെ അകത്താണ് ഈ സാധനമൊക്കെ ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഓഫ് ചെയ്യാണ്, ബാറ്ററി റിമൂവ് ചെയ്യാണ്, ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് ദെൻ ബാറ്ററി നമ്മളിത് കണക്ടർ. ഓക്കെ, കണക്ടറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ടറിൽ ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെ കണക്ടറിൻ്റെ അകത്ത് 34ാമത്തെ കണക്ഷൻ. ഓക്കെ, 34ാമത്തെ കണക്ഷൻ, 1 2 3 4 5 6 7 8ാമത്തെ കണക്ഷൻ. ഈ ഒറ്റ കണക്ഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ മതി, വേറൊന്നും ചെക്ക് ചെയ്യേണ്ട. 1 2 3 4 5 6 7 8ാമത്തെ കണക്ഷൻ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡയോഡ് മോഡിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്താൽ മതി. ഡയോഡ് മോഡ് ഇതിൽ 8ാമത്തെ ലൈന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ കിട്ടും കേട്ടോ. 1 2 3 4 5 6 7 8. 8ാമത്തെ ലൈനിൽ വാല്യൂ കാണിക്കേണ്ട 1000-ന് മേലെയാണ്. പക്ഷെ ഇവിടെ വാല്യൂ കാണിക്കുന്നുള്ളത് 400 സംതിങ് വാല്യൂ ആണ് കാണിക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. സംതിങ് വാല്യൂ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആ ലൈനിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ആ ലൈനിൽ പ്രശ്നം വരാനുള്ള കാരണം ഒന്നല്ലെങ്കിൽ U2 IC കംപ്ലൈൻറ്റ് ആവാം, അല്ലെങ്കിൽ ആ ട്രാക്കിൽ ഓൾറെഡി U2 മാറിയതാണ്, ചാർജിങ് IC മാറിയതാണ്. ഞാൻ ബോർഡൊന്ന് അയച്ചിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും അത്യാവശ്യം അവർ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം എല്ലാവർക്കും ചെയ്തൊരു ബോർഡാണിത്. ഞാൻ ബോർഡ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഫുള്ള് സ്റ്റിക്കർ ഇട്ടിട്ടുള്ളതാണ്. നമ്മളെ മൈക്രോസ്കോപ്പിൽ ഇത് കാണിച്ചു തരാം. അതാ ഈ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ICൻ്റെ അടുത്തുനിന്ന് ജമ്പർ ചെയ്തിട്ടുണ്ട്, അവിടെ കോമ്പണൻസ് മിസ്സിങ് ഉണ്ട്. അതുപോലെ തന്നെ
ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ബോർഡിൽ പണിയെടുത്തിട്ടുണ്ട്. പ്രിന്റ് മിസ്സിങ് ആണ്, അതേപോലെ ജമ്പർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പാത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ യൂട്യൂബ് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, യൂട്യൂബ് മാറി, യൂട്യൂബിൻ്റെ ഭാഗം എല്ലാ ഏകദേശം അത്യാവശ്യം എല്ലാ രീതിയിലും ഇവർ പണിയെടുത്തിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ സ്റ്റിക്കറും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടു തന്നത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, കാരണം നമ്മളൊരു ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ ഒരു ഷോപ്പറെ കുറ്റം പറയാമെന്നല്ല, കാരണം കറക്റ്റ് സ്റ്റിമാറ്റിക് നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഈ സാധനം റിട്ടേൺ വരാനുള്ളതും നമ്മളെ കയ്യിൽ കിട്ടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ കറക്റ്റ് സ്റ്റിമാറ്റിക് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി 99% പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ആ ലൈന് ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചത് ജസ്റ്റ് ആ ഒരു ലൈനിലെ പ്രോബ്ലം. അപ്പോൾ ആ ലൈനിൻ്റെ പ്രോബ്ലം ഉള്ളത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൈനിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നുള്ളത്, ഒന്ന് ആ ലൈനിൽ U2 ICന് ഡയറക്റ്റ് ഒരു റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ വഴിയാണ് കണക്ടറിലോട്ട് കണക്ഷൻ എത്തുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നല്ലെങ്കിൽ U2 മാറിയതാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് U2 അല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയുള്ള കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾഡർ ക്യാൻ ഉപയോഗിച്ച് ചെയ്യാം. അവിടെ കണക്ട് അത് തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് IC ഉണ്ട്, അതേപോലെ തന്നെ കണക്ടർ ഉണ്ട്. അപ്പം നല്ലത് നമ്മൾ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ആണെന്ന് നോക്കിയതിന് ശേഷം കപ്പാസിറ്റർ തിരിച്ചു നോക്കണം കേട്ടോ. കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു നോക്കണം. ഈ ഒരു കപ്പാസിറ്ററാണ് ആ ഒരു പ്രശ്നം കാരണം. ഓക്കെ, നമ്മൾ ആ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് തട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ കപ്പാസിറ്റർ ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കപ്പാസിറ്ററാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കപ്പാസിറ്ററാണ് നമ്മൾ റിമൂവ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ DC ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, മൾട്ടിമീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലൈൻ ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ. 1 2 3 4 5 6 7. എട്ടാമത്തെ ലൈനിലുള്ള പ്രോബ്ലം സോൾവ് ആണ്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ ആ ലൈനിലുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. 1040 ആണ് അതിൻ്റെ വാല്യൂ. നേരത്തെ നമുക്ക് കാണിച്ചുകൊണ്ടായ 400 സംതിങ് വാല്യൂ ആണ് കാണിച്ചുകൊണ്ടായത്. അത് നമ്മൾ ആ ഒരു കപ്പാസിറ്റർ തട്ടലോട് കൂടി ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കിയിട്ട് തിരിച്ചിടണം. അതിന് മുമ്പ് ഈ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ ഈ ബോർഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ഫിറ്റ് ചെയ്യുക. വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഫുള്ള് പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കണക്ട് ഇട്ടതിന് ശേഷം ബാറ്ററി ഇട്ട് ജസ്റ്റ് ഒന്ന് ചാർജ് കുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആംബിയർ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡിസ്പ്ലേ ഇട്ടിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, ആ പ്രശ്നം സോൾവ് ആട്ടെ.
ചാർജ് കണക്ട് ചെയ്യുമ്പോൾ സെറ്റ് എന്തായിട്ടുണ്ട്, ഓണായി വന്നിട്ടുണ്ട്. ഇവിടെ ആംബിയർ നോക്കുക, ആംബിയർ 1.3 ആംബിയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രശ്നം സോൾവ്. നിൽക്കടാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാർജ് 84%. ബാറ്ററിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതേപോലെ ബാറ്ററി കണക്ടറിൽ പ്രശ്നമുണ്ട്. എല്ലാം ഏകദേശം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു കപ്പാസിറ്റർ റിമൂവ് ചെയ്യലോട് കൂടി ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ സ്കീമാറ്റിക് ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ പറ്റിയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് എനിക്ക് ജോയിൻ ചെയ്യാം. കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. കാരണം ഇതൊക്കെ സിമ്പിൾ ചെറിയ ചെറിയ ഫോണാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 7 ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നുള്ളത് 13 Pro, 13 Pro Max, 14 Pro Max, അതേപോലെ 50, ആ രീതിയിലാണ് കൂടുതൽ. എന്നാലും നമുക്ക് ചെറിയ സെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകളയാൻ പാടില്ല, നമ്മൾ ചെയ്യണം. കാരണം ഇതൊക്കെയാണ് നമ്മളെ അന്നോ എന്ന് പറയുന്നുള്ളത്. ഇത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സെറ്റ് എന്ന് പറയുന്നത് 7 സാംപ്ലസിൽ ഓഡിയോ കംപ്ലൈൻറ്റ് സെറ്റാണ്. അപ്പോൾ ഇത് ഇന്ന് വന്ന സെറ്റാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഷോപ്പ് കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പ് കൊടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷോപ്പിൽ നിന്ന് കൊണ്ടു തന്ന സെറ്റ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഓൾറെഡി എല്ലാം മാറിയിട്ടുണ്ട്, സാറൊന്ന് നോക്ക്. അപ്പം എനിക്ക് പറയുന്ന സമയത്താണ് എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷെ എന്തായാലും യൂട്യൂബ് മാറിയാൽ റെഡിയാണോ, അല്ലെങ്കിൽ ചാർജിങ് AC മാറിയാൽ റെഡിയാണോ. അല്ലാണ്ട് പിന്നെ സ്വിച്ചിങ് ലൈനിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യുന്ന IC മീൻസ് ഐഫോൺ 7, 7 പ്ലസിൽ 8 പ്ലസിലൊക്കെ സ്വിച്ചിങ് കോയിൽ വരുന്നുള്ളത് ICൻ്റെ അകത്താണ്. ചാർജിങ് ICൻ്റെ അകത്തല്ല, സെപ്പറേറ്റ് ഒരു പാക്ക് IC ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. ലൈറ്റ് IC, ലൈറ്റ് കോയിൽ, സ്പീക്കർ കോയിൽ, അതെല്ലാത്തിൻ്റെ സ്വിച്ചിങ് IC വരുന്നുള്ളത് ഒരു ICൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ IC കംപ്ലൈൻറ്റ് ആവാം. അപ്പോൾ അതാണെങ്കിൽ ആ കംപ്ലൈൻറ്റാണ് നമ്മൾ ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം ചാർജ് എടുത്തിട്ട് എന്താ റിട്ടേൺ പോകും. ചാർജ് കുറച്ച് സമയം എടുത്തിട്ടാണ് ആംബിയർ എടുത്തതിന് ശേഷമാണ് ഡൗൺ ആകുന്നത്. പക്ഷെ അതൊന്നും അല്ല, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി എന്ത് ചെയ്യില്ല, ഒന്നും എടുക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും എടുക്കത്തില്ല, 5 ആംബിയർ മീറ്ററിൽ ഒന്നും എടുക്കത്തില്ല. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് കറക്റ്റ് ഡീപ്പായിട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് അവർ മെനക്കെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടാണ്, ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു 15 മിനിറ്റ് വരെ പോകുന്നുള്ളൂ. അല്ലാണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ള ഈ സാധനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഐഫോൺ ഡീപ്പ് ലെവൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മന്താണ് കോഴ്സ് വരുന്നുള്ളത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാക്ടിക്കലി അല്ലെങ്കിൽ CPU സ്വാപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അത് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓരോ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് തരുന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ബാച്ച് നമ്മൾ ഐഫോണിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഒരു ബാച്ചിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നുള്ള സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ഓക്കെ, ബൈ.